മുണ്ടക്കൈ ഉരുൾപൊട്ടൽ തൻ്റെ കുടുംബത്തെ കവർന്നു എന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് നൗബൽ പറയുന്നു. ഗൾഫിലേക്ക് പോകുമ്പോൾ മകൻ നിഗാൽ നൽകിയ സർപ്രൈസ് ഗിഫ്റ്റ് നെഞ്ചോട് ചേർത്ത് വിതുമ്പുകയാണ് ഇപ്പോൾ ഈ മനുഷ്യൻ. ഒരു മകന് ഉപ്പയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം നൽകിയാണ് അവൻ മറഞ്ഞു കളഞ്ഞത്. സ്വർഗം പോലൊരു കുടുംബമായിരുന്നു നൗഫലിൻ്റേത്. കുട്ടികളും ബഹളവും കളിയും ചിരിയും. നാലു മാസം നാട്ടിൽ നിന്ന ശേഷം ഏപ്രിലാണ് നൗഫൽ പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ചുപോയത്. പോകാൻ നേരം അവനുണ്ടല്ലോ 7ാം ക്ലാസ്സുകാരൻ നിഹാൽ ഒരു കടലാസ് കൊണ്ടുണ്ടാക്കിയ കവർ ഒട്ടിച്ച് ഭദ്രമാക്കി ബാഗിൽ വെച്ചു. ഞാൻ പറയാതെ ഉപ്പ ഇത് തുറക്കരുത് എന്നൊരു ഉറപ്പും വാങ്ങി. മുണ്ടക്കയ്യെ ഉരുൾ വിഴുങ്ങിയ രാത്രി തൻ്റെ സ്വർഗത്തെ കൂടി കൊണ്ടുപോകുന്നത് നൗഫൽ മരവിപ്പോടെ അറിഞ്ഞു. ഞാൻ അവിടുന്ന് അവൻ്റെ അനുവാദം അല്ലാതെ ഞാനത് പൊട്ടിച്ചപ്പോഴാണ് എൻ്റെ മോൻ എന്നെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു എന്നുള്ള മനസ്സിലാക്കണം. അപ്പോൾ എനിക്കിത് എൻ്റെ മോൻ്റെ സ്നേഹം, എന്നോടുണ്ടായ സ്നേഹം എല്ലാവരും അറിയണം. എന്നെപ്പോലെ സ്നേഹിക്കണ ബാപ്പമാർ കാണണം. അവരെ ഉപദ്രവിക്കുന്ന ബാപ്പമാരുണ്ട്, അവരും ഇത് കാണണം. മക്കളോടുള്ള സ്നേഹം. നിധി പോലെ സൂക്ഷിച്ചു വെച്ച ആ കുഞ്ഞു കവർ ബോക്സിലെ അക്ഷരങ്ങളിലുണ്ട് എത്രമാത്രം നിഹാൽ നൗഫലിനെ സ്നേഹിച്ചിരുന്നുവെന്ന്, ഉപ്പയ്ക്ക് മകനെ ജീവനായിരുന്നുവെന്ന്. നിഹാലിനെ ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല. എവിടെയാണ്, എന്താണ്? ഞാൻ എല്ലാ ബോഡിയും ഞാൻ നോക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഉണ്ടാവും എൻ്റെ മോനും മോളും പറഞ്ഞു. എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നൗഫലിന്റെ കുടുംബത്തിലെ ഭാര്യയും 3 മക്കളും ഉമ്മയും ഉൾപ്പെടെ 11 പേരെയാണ് ഉരുൾ കവർന്നത്. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം വിപിൻ സി വിജയൻ, 24 വയനാട്. ഈ വേദന ഈ മനുഷ്യൻ എങ്ങനെ താങ്ങും എന്ന് നമുക്ക് അറിയില്ല. വാക്കുകൾ അർത്ഥമില്ലാതായി പോകുന്ന നിമിഷമാണിത്.